ശാന്തി ശാന്തി. എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായ പ്രണാമം. ഛാന്തോഗ്യോപനിഷത്തിൻ്റെ 5-ാം അധ്യായത്തിലെ 5-ാം ഖണ്ഡത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. മുമ്പിലത്തെ ഖണ്ഡത്തിലെ 5 ചോദ്യങ്ങൾ ചോദിച്ചാണ് അവിടെ ഉപസംഹരിച്ചത്. വിദ്യ അഭ്യസിച്ചു വന്ന ശിഷ്യനോട് രാജാവ് ചോദിച്ച 5 ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങൾക്കും മറുപടി അറിയില്ല എന്ന് പറഞ്ഞു. തിരിച്ചു ചെന്നു അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, അറിയുമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ പഠിപ്പിക്കുമായിരുന്നു, എനിക്കും അറിയില്ല കൊണ്ടാണെന്ന് പറഞ്ഞു. അവരെ പ്രവാഹം എന്ന രാജാവിനടുത്തെത്തുന്നു. രാജാവ് അവിടെ ഒരാഴ്ച താമസിക്കാൻ പറയുന്നു. അതിനുശേഷം ഞാൻ ക്ഷത്രിയൻ ആണ്, ബ്രാഹ്മണർക്ക് ഇതുവരെ ഈ വിദ്യ ഉപദേശിച്ചു കൊടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ്, എങ്കിലും നിങ്ങൾ ചോദിക്കുമ്പോൾ ഉപദേശിച്ചു തന്നെ മതിയാകൂ. പാഠനവും ക്ഷത്രിയ കൃത്യം തന്നെയാണ്, അതുകൊണ്ട് ഞാനിതാ ഉപദേശിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ഖണ്ഡം മുതൽ അതിന് മറുപടി ആരംഭിക്കാം. ഖണ്ഡം 5. പർജന്യോ വാവ ഗൗതമസ്തസ്യ 4 മുതൽ ആരംഭിക്കാം അല്ലേ. അസൗവാവലോകേ ഗൗതമ അഗ്നിസ്തസ്യാദിത്യേവ സമിത് രശ്മയോ ധൂമോ അഹരർച്ചിശ്ചന്ദ്രമ അങ്കാര നക്ഷത്രാണി വിസ്ഫുലിംഗാഹ. അസൗ ഈ ലോകം എന്നർത്ഥം. അസൗ എന്ന് വെച്ചാൽ ആ ലോകം. വാവ തീർച്ചയായിട്ടും. അസൗ ലോകോ, ആ ലോകം എന്ന് വെച്ചാൽ ദ്വിലോകത്തെക്കുറിച്ചാണ് ഇപ്പൊ പറയാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് ആ ലോകം എന്ന് വെച്ചാൽ ദ്വിലോകമാണ്, സ്വർഗലോകമാണ്, ജോവിനെ സംബന്ധിക്കുന്ന ലോകമാണ്. ഗൗതമ സംബോധനയാണ്. അഗ്നിഹി, ഹേ ഗൗതമ, ഈ ദ്വിലോകത്തെ അഗ്നിയാണ് എന്ന് സംഭാവന ചെയ്യുക. ദ്വിലോകം അഗ്നിസ്വരൂപമാണ്. അസൗ ആവലോകോ ഗൗതമ അഗ്നി തസ്യ, അതിനെ ആദിത്യേവ സമിത്, 5 ആഹുതികളെ കുറിച്ചാണ് പറഞ്ഞത്. 5-ാമത്തെ ആഹുതിയായ ശ്രദ്ധ എന്ന പുരുഷനെ നീ അറിയുമോ എന്നാണ് അവസാനം ചോദിച്ചത്. അതിന് മറുപടി പറയാൻ തുടങ്ങുന്നത് 1-ാമത്തെ ചോദ്യത്തിന് ഉത്തരം മുതലല്ല, 5-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ആദ്യം പറഞ്ഞിട്ട് 1-ലേക്ക് എത്തിച്ചേരുകയാണ്. ഒരുപക്ഷെ ഒരു വിദഗ്ധനായ അധ്യാപകൻ്റെ കഴിവായിരിക്കാം. 5-ാമത്തെ ചോദ്യത്തിന് ഉത്തരം അറിഞ്ഞാൽ ഒരുപക്ഷെ ബാക്കി 4ഉം അനായാസമായി അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അത് തന്നെ ആരംഭിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ന്യായമായിട്ടും ആദ്യം വരെ ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടിയാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 5-ാമത്തെ ചോദ്യത്തിന് മറുപടിയാണ് ആദ്യം പറയുന്നത്. 5-ാമത്തെ ചോദ്യം പഞ്ച ആഹുതിയിലെ 5-ാമത്തെ ആഹുതിയിൽ 5-ാമത്തേതായ അപ്പുകൾ ശ്രദ്ധാരൂപമായ പുരുഷനാണോ, എങ്ങനെയാകുന്നു എന്നാണ് ചോദ്യം വന്നത്. അപ്പം ആഹുതികൾ 5 ഉണ്ട്. 5-ാമത്തെ കുറിച്ചാണ് പറഞ്ഞത്. 5 വിധത്തിലാണ് ആഹുതികൾ. ആഹുതി ഹവനം ചെയ്യുന്നത് എന്നാണ്. ആഹുതി ഹോമം ചെയ്യുന്നത് അർത്ഥം. 5 തരത്തിലാണ്. 1 അഗ്നി, അഗ്നിയിലാണ് ഹോമം ചെയ്യേണ്ടത്. 2-ാമത് ഫമിത്താണ്. ഫമിത്ത് എന്ന് വെച്ചാൽ വിറക് എന്നർത്ഥം. അഗ്നിയിലാണ് ഹോമിക്കേണ്ടത്, വിറകാണ് ഹോമിക്കേണ്ടത്. ഇപ്പം ചമതയോ ആലോ ഇതുപോലെ എന്തെങ്കിലും മരത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ, കൊമ്പുകളാണ്. അതാണ് ഫമിത്ത്. അങ്ങനെ അഗ്നിയിൽ ഫമിത്ത് ഹോമിക്കുമ്പോൾ ധൂമം ഉണ്ടാകും. 3-ാമത്തേത് ധൂമമാണ്. അഗ്നിയിൽ ഫമിത്ത് ഹോമിക്കുമ്പോൾ ധൂമം ഉണ്ടാകും. ധൂമം ഉണ്ടാകുമ്പോൾ അർച്ചിഫ് ഉണ്ടാകും. അർച്ചിഫ് എന്ന് വെച്ചാൽ ജ്വാല, പുകയുണ്ടാകും. പുക മാറുമ്പോൾ ജ്വാല തെളിഞ്ഞു കാണാൻ പറ്റും. ഒരു ഹോമം വേദിയെ സങ്കല്പിച്ചാൽ മാത്രം മതി. അവിടെ അഗ്നി ഉണ്ടാവണം,
ആ അഗ്നിയിൽ ഹോമിക്കുന്ന ഫമിത്തുണ്ടാവണം. ഹോമിച്ച് കഴിയുമ്പോൾ ആദ്യം പുക വരും, അല്പം കഴിയുമ്പോൾ ഫമിത്ത് കെട്ടിയിട്ട് ജ്വാല കാണാം. ജ്വാല കഴിയുമ്പോൾ ഒരു അങ്കാരം, ഒരു തീപ്പൊരി ഉണ്ടാകും. കാരണം ജ്വാലയിൽ നിന്ന് പൂർണ്ണമായി കഴിയുമ്പോൾ ഒരു തീപ്പൊരി, കനലിൽ നിന്നും ഒരു തീപ്പൊരി ഉണ്ടായി അത് പൂർണ്ണമാകും. ഈ തീപ്പൊരി എന്ന അങ്കാരത്തെയാണ് അഞ്ചാമത്തെ ആഹുതിയായി കൽപ്പിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. അഗ്നി, ഫമിത്ത്, ധൂമം, അർച്ചിഫ്, അങ്കാരം എന്ന 5 സംസ്കൃത വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഗ്നി ആഹവനീയാദികളായ അഗ്നികളാണ്. ഫമിത്തുകൾ ഓരോന്ന് മാറി മാറിയാണ് എല്ലാ യജ്ഞത്തിനും ഹോമത്തിനും ഒരേ ഫമിത്തല്ല ഹോമിക്കുന്നത്. പല പല ഫമിത്തുകൾ പല സമയത്ത് ഹോമിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഫമിത്തുകൾക്ക് വൈവിധ്യമുണ്ട്. അഗ്നിയും 3 തരത്തിലാണ്. ആഹവനീയം, ദക്ഷിണാത്യം, ഗാർഹപത്യം എന്ന് അഗ്നിക്കുമുണ്ട് വൈവിധ്യം. അതിൽ ഇവിടെ പറയുന്ന ആഹവനീയാഗ്നിയാണ്. ഹോമം ചെയ്യുന്ന അഗ്നിയുടെ പേരാണ് ആഹവനീയാഗ്നി. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ അഗ്നി എന്ന് വെച്ചാൽ ആഹവനീയാഗ്നി. പിന്നെ ഫമിത്തുകൾ മാറി മാറി വരാം. ഓരോ ഫമിത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നുള്ള ധൂമമാണ്. ധൂമം എന്ന് പറയുന്നത് ഇതിൻ്റെ പുകയാണ്. ഫമിത്ത് ഹോമിച്ച് ഉണ്ടാകുന്ന പുകയാണ്. പുക കഴിയുമ്പോൾ അർച്ചിഫ് ഉണ്ടാകും, അതിന് ജ്വാല ഉണ്ടാകും. ജ്വാല കഴിഞ്ഞാൽ തീപ്പൊരി ഉണ്ടാകും. തീപ്പൊരിയുടെ പേരാണ് അങ്കാരം. ഇങ്ങനെ 5 തരത്തിലാണ് ആഹുതികൾ. അതിലെ 5ാമത്തെ ആഹുതിയിൽ എന്നാ പറഞ്ഞു ഈ തീപ്പൊരി അല്ലെങ്കിൽ അങ്കാരം എന്ന് പറയാം. അതിനെയാണ് 5ാമത്തെ ആഹുതി എന്ന് പറയുന്നത്. ഈ 5ാമത്തെ ആഹുതിയിൽ അപ്പുകൾ എന്ന ശ്രദ്ധ. അപ്പെന്ന് വെച്ചാൽ വെള്ളം എന്നാണ്. ശ്രദ്ധ എന്ന് വെച്ചാൽ വിശ്വാസം, ഉറപ്പ് എന്നൊക്കെയാണ്. യജ്ഞത്തിൽ ആവശ്യം വേണ്ടത് ഈ വിശ്വാസവും ഉറപ്പുമാണ്. അതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ പരമാത്മ ചൈതന്യ സ്വരൂപനായ പുരുഷന്റെ ചൈതന്യം പൂർണ്ണമാകുന്നത് 5ാമത്തെ ആഹുതിയിലാണ്. പഞ്ചമാഹുതിയിലാണ് പുരുഷത്വത്തിൻ്റെ പൂർണ്ണത. കാരണം അവിടെയാണ് തീരുന്നത്. ഇത്രയും കണ്ടു കഴിഞ്ഞാൽ യജ്ഞം പൂർണ്ണമായി എന്ന് പറയാൻ പറ്റും. അഗ്നി വേണം, ഫമിത്ത് വേണം, പുക വേണം, ജ്വാല വേണം. അത് കത്തി എരിഞ്ഞ് തീരുമ്പോൾ ഉണ്ടാകുന്ന കനലിൽ നിന്നും തീപ്പൊരി ഉണ്ടാകും. ഈ 5ലാണ് പൂർണ്ണമാകുന്നത്. 5ലാണ് പൂർണ്ണ ആഹുതി, പൂർണ്ണമായ ഹവനം പൂർണ്ണമാകുന്ന 5ലാണ്. ആ 5ലാണ് പുരുഷന്റെ സാന്നിധ്യമുള്ളത്. പുരുഷന് യജ്ഞപുരുഷൻ. യജ്ഞപുരുഷൻ എന്ന് വെച്ചാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമാണ്. അതിനെ അപ്പിൻ്റെ രൂപം, ജലത്തിൻ്റെ രൂപത്തിൽ ശ്രദ്ധയായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഇത്രയും ആമുഖം അറിഞ്ഞിട്ട് വേണം ഇതിൻ്റെ അകത്തോട്ട് കിടക്കാൻ. അല്ലെ എന്താണെന്ന് ഒന്നും മനസ്സിലാവില്ല. ഈ ശ്രദ്ധ എന്താണ്, പുരുഷൻ എന്താണ്, അപ്പെന്താണ്, 5ാമത്തെ ആഹുതി എന്താണ്, ഒന്നും പിടികിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആമുഖം പറഞ്ഞാണ്. ഇതൊക്കെ ഇനിയും വരും. ഇനി വരുമ്പോൾ ഇവരെയൊക്കെ വീണ്ടും കാണാം. ഈ ഒരു ആമുഖത്തിന് ശേഷം അതുകൊണ്ടാണ് 5ാമത്തെ ആഹുതിയിൽ ശ്രദ്ധയെന്ന ആ പുരുഷന്റെ ആപസ്വരൂപമായ ജലസ്വരൂപമായ ശ്രദ്ധയെന്ന ഈ പുരുഷന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത് ഈ 5ാമത്തെ ആഹുതിയിലാണ്. അവിടെയാണ് 5ാമത്തെ ചോദ്യം. അവിടെയാണ് അതിൻ്റെ മറുപടിയാണ് പറയാൻ ആരംഭിക്കുന്നത്. അവിടെ മുതൽ തുടങ്ങാം. ഇനി നമ്മൾ പുറകോട്ട് പോകാം. ചോദ്യം മുതൽ. അസൗവാവലോകോ ഗൗതമ അഗ്നിസ്തസ്യ ആദിത്യേവ ഫമിത്ത് രശ്മയോ ധൂമോ അഹരച്ചിഹി ചന്ദ്രമാങ്കാര നക്ഷത്രാണി വിസ്ഫുലിംഗാഹ. ഇനിയിപ്പോൾ ആദ്യം പറയുന്നത് അസൂ ലോകോ, ഈ ലോകം. ഈ ലോകം എന്ന് വെച്ചാൽ ദ്വിലോകം. ഹേ ഗൗതമ, അഗ്നിയാണ്. ദ്വിലോകം അഗ്നിസ്വരൂപമാണ്. നമുക്കറിയാം അവിടെയാണ് അഗ്നിയുടെ പ്രതീകങ്ങളായ സമസ്ത ഗ്രഹങ്ങളും ഗോളങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അവിടെയാണ്. അവിടെ ആണെങ്കിൽ ആ ലോകം അഗ്നിസ്വരൂപം തന്നെയാണ്. അഗ്നിസ്വരൂപമായി ഈ ലോകത്തെയാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. അസൗ ആവലോകോ ഗൗതമ അഗ്നി തസ്യ ആദിത്യേവ ഫമിത്ത്. ആ അഗ്നിക്ക് ഫമിത്ത് ആദിത്യനാണ്, സൂര്യനാണ്. സൂര്യൻ ഈ ദ്വിലോകമാകുന്ന ആ അഗ്നിയിലേക്ക് സൂര്യനാകുന്ന ഫമിത്ത് ഹോമിക്കുമ്പോഴാണ് അത് പ്രകാശമാനമായി തിളങ്ങുന്ന സൂര്യൻ.
അല്ലെങ്കിൽ സൂര്യനെ നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ആദിത്യ ഏവ സമിത്ത് രശ്മയോ ധൂമോ. അപ്പൊ ഇതിന്റെ ധൂമം എന്താണ്? രശ്മികൾ. ആദിത്യന്റെ രശ്മികളെ ധൂമമായിട്ട് കാണുകയാണ്. ഈ പഞ്ചമാഹുതിയിലെ ദുലോകമെന്ന അഗ്നിയിൽ ആദിത്യൻ എന്ന സമിത്ത് ഹോമിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക, ആ പുകയാണ്, ഈ ധൂമമാണ് രശ്മികൾ, ആദിത്യന്റെ രശ്മികൾ. അഹരർച്ചിഹി. അഹഫ് അർച്ചിഫാണ്. അഹഫ് എന്ന് വെച്ചാൽ പകൽ. സത്താഹഫ് എന്നാ പറയാ. അഹഫ് എന്ന് വെച്ചാൽ പകൽ. അപ്പൊ അഹഫ് അർച്ചിഫാണ്. അർച്ചിഫ് എന്ന് വെച്ചാൽ ജ്വാല. പകലാണ് ജ്വാല. സൂര്യൻ ജ്വലിക്കുന്നത് പകലാണ്, രാത്രിയിൽ ജ്വലിക്കില്ല. പക്ഷെ നമുക്കറിയില്ല അത്. അതുകൊണ്ട് ജ്വാലയാണ് ഇവിടെ അഹര അർച്ചിഹി. അഹഫ് അർച്ചിഫാണ്. പകൽ അർച്ചിഫാണ്. പകലാണ്, ജ്വാല പോലെ തിളങ്ങുന്ന പകലാണ് അർച്ചി. ചന്ദ്രമ അങ്കാര. ചന്ദ്രൻ അങ്കാരമാണ്. അങ്കാരാ. ചന്ദ്രൻ അതിൻ്റെ തീക്കനലാകുന്ന പൊരികളാണ്. നക്ഷത്രാണി വിസ്ഫുലിംഗാഹ. നക്ഷത്രങ്ങളൊക്കെ അതിൻ്റെ ആ തീക്കനിൽ നിന്നും പാറിപ്പറക്കുന്ന തീപ്പൊരികളാണ് നക്ഷത്രം. ചന്ദ്രൻ കനൽ പോലെ കെട്ടടങ്ങി നിൽക്കുന്നതാണ് ചന്ദ്രൻ. ചന്ദ്രനെ നമുക്ക് നേരിട്ട് നോക്കാം. അഗ്നിയുടെ കനലിൽ നേരിട്ട് നോക്കാവുന്ന പോലെ. അപ്പൊ ഇവിടെ ചന്ദ്രനെ കനലായിട്ട് പറഞ്ഞു. അതിൽ നിന്നും വരുന്ന തീപ്പൊരികൾ, അതാണ് നക്ഷത്രങ്ങൾ. അതിങ്ങനെ എന്താണ്, പാറി 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 പതറി ആകാശത്തിൽ നിറഞ്ഞെടുക്കുന്നു. ഇപ്പൊ ദുലോകത്തെക്കുറിച്ചാണ് വർണ്ണിച്ച മുഴുവൻ. ഈ ദുലോകം എന്നുള്ളത് ഒരഗ്നിയായിട്ട് സങ്കല്പിച്ചാൽ, ആ ദുലോകമെന്ന അഗ്നിയിലേക്ക് ഹോമിക്കുന്ന ഒരു ഹൈഫാണ്, സമിത്താണ് സൂര്യൻ. അങ്ങനെ ഹോമിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ജ്വാലകളാണ് സൂര്യന്റെ രശ്മികൾ. ആ ജ്വാല കഴിഞ്ഞാൽ അത് പകൽ മാത്രമാണ് ഈ ജ്വാലയ്ക്ക് പ്രകാശം അനുഭവപ്പെടുന്നത്. ചന്ദ്രൻ അതിൻ്റെ തന്നെ കനലാണ്, തീപ്പൊരികൾ നക്ഷത്രങ്ങളും. എന്നിങ്ങനെ ആദ്യത്തെ 5ാമത്തെ ഹവനക്രിയയുടെ ആദ്യത്തെ ഭാഗം. 5ാമത്തെ ഹവനക്രിയ ഇതിൽ വരുന്നത് എന്താണ്? നക്ഷത്രങ്ങളാകുന്ന വിസ്ഫുലിംഗങ്ങളാണ്. അതാണ് അന്തരീക്ഷത്തിൽ, ആകാശത്ത് നമ്മൾക്ക് ഏറ്റവും അവസാനം കാണപ്പെടുന്നത്. ആകാശം ഒരു ദുലോകം, ഒരു അഗ്നിസ്വരൂപമാണ്. സങ്കല്പിച്ചാൽ മാത്രം മതി, ഒരു സങ്കല്പമാണ്. ആകാശത്തെ അല്ലെങ്കിൽ ദുലോകത്തെ അഗ്നിയായിട്ട് സങ്കല്പിച്ചു. ആ അഗ്നിയിലെ എല്ലാ ദിവസവും ഹോമിക്കുന്ന ഒരു സമിത്താണ് സൂര്യൻ. എല്ലാ ദിവസവും ഹോമിക്കും. ആ സൂര്യനാകുന്ന സമിത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന രശ്മികളായ സൂര്യന്റെ പുകകളാണ്, രശ്മികളാണ്. ജ്വാല പകലാണ് പ്രകാശിപ്പിക്കുന്നത്. ഈ രശ്മികൾ പ്രകാശിപ്പിക്കുന്ന പകലിനെയാണ്. അതുകൊണ്ട് പകല് ജ്വാലയാണ്. ഇത് കഴിഞ്ഞാൽ വൈകിട്ട് കാണുന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ പകലുണ്ട്, പക്ഷെ കാണത്തില്ല. വൈകിട്ട് കാണപ്പെടുന്ന ചന്ദ്രനാണ്. ആ ചന്ദ്രൻ ഈ പ്രകാശരശ്മികളും ജ്വാലകളും എല്ലാം കെട്ടടങ്ങിയ ഒരു കനലായിട്ടാണ് ചന്ദ്രനെ കാണുന്നത്. അങ്ങനെ ചന്ദ്രനെ കണ്ടാൽ അപ്പം നക്ഷത്രങ്ങളെ കാണും. അതുകൊണ്ട് ചന്ദ്രന്റെ വിസ്ഫുലിംഗങ്ങളല്ലേ ഈ നക്ഷത്രങ്ങൾ. ഇവരൊക്കെ പകലുള്ളതാണ്, പക്ഷെ കാണില്ല. ഇതേപോലെയാണ് ഒരാൾ ഒരു അഗ്നിയിൽ സമിത്ത് ഹോമിച്ചാൽ ഉണ്ടാകുന്ന അനുഭവ വിശേഷങ്ങളെ മുഴുവൻ ഒന്ന് പ്രകടിപ്പിച്ചതാണ്. അപ്പോൾ ഈ 5 ആഹുതികളിൽ 5ാമത്തെ ആഹുതിയിലെ ഒന്നാണ് പറഞ്ഞത്. 5ാമത്തെ ആഹുതിയിലെ 5 ഉദാഹരിക്കുകയാണ്. അതിൽ ഒന്നിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഏത് ലോകത്തെക്കുറിച്ച്? ദ്വിലോകത്തെക്കുറിച്ച്, സ്വർഗലോകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സ്വർഗലോകം അഗ്നിയാണെന്നും അതിൽ ഹോമിക്കപ്പെടുന്ന സമിത്ത് സൂര്യനാണെന്നും ആ സൂര്യൻ്റെ ധൂമമാണ്, അല്ലെങ്കിൽ ഈ അഗ്നിയുടെ ധൂമമാണ് സൂര്യൻ്റെ പുകയെന്നും, ഈ അഗ്നിയുടെ ജ്വാലയാണ് പകലെന്നും, ഈ അഗ്നിയുടെ കനലാണ് ചന്ദ്രനെന്നും, തീപ്പൊരികളാണ് നക്ഷത്രാദികൾ എന്നും ഒരു ഭാവനയിൽ 5ാമത്തെ ആഹുതിയുടെ സാമാന്യ സ്വരൂപത്തെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ടു. അപ്പോവാവലോകവും
ഗൗതമാഗ്നിസ്തസ്യാദിത്യേവ സമിദ്രശ്മയോ ധൂമോ അഹരശ്ചന്ദ്രമാങ്കാരാഹ നക്ഷത്രാണി വിസ്ഫുലിംഗാഹ അസോ വാവലോകോ ഗൗതമ അഗ്നിസ്തസ്യാദിത്യേവ സമിത്ത് രശ്മയോ. സമിത്ത് രശ്മയോ കുറിച്ചുമ്പോൾ സമിത് രശ്മയോ എന്ന് ദ്രാവരുന്നതാണ്. നമുക്ക് പദം പിരിച്ച് പറയുന്ന എളുപ്പം. അസൗ വാവലോകോ ഗൗതമ അഗ്നിസ്തസ്യ ആദിത്യേവ സമിത്ത്. അസൗ ലോകോ ഗൗതമ അഗ്നി. ഹേ ഗൗതമ, ഈ ലോകം അഗ്നിയാണ്. തസ്യ ആദിത്യേവ സമിത്ത്. അതിന് സമിത്ത് ആദിത്യൻ മാത്രമാണ്. രശ്മയോ ധൂമോ, രശ്മികൾ ധൂമങ്ങളാണ്. അഹരർച്ചിഷ്, പകല് അർച്ചിസാണ്. ചന്ദ്രമ അങ്കാരാഹ, ചന്ദ്രൻ അങ്കാരങ്ങളാണ്. നക്ഷത്രാണി വിസ്ഫുലിംഗാഹ. അസൗ വാവലോകോ ഗൗതമാഗ്നി തസ്യ ആദിത്യേവ സമിദ്രശ്മയോ ധൂമോ അഹരർച്ചി ചന്ദ്രമാങ്കാരാഹ നക്ഷത്രാണി വിസ്ഫുലിംഗാഹ. അസൗ വാവലോകോ ഗൗതമാഗ്നിസ്തസ്യ ആദിത്യേവ സമിത് രശ്മയോ ധൂമോ അഹരർച്ചിശ്ചന്ദ്രമാ അങ്കാരാ നക്ഷത്രാണി വിസ്ഫുലിംഗാഹ. ഇനി ഈ 5-ല് രണ്ടാമത്തെ ആഹുതി ഇപ്പം അതിൽ തന്നെ പൂർണ്ണമാക്കാൻ പോവാണ്. തസ്മിൻ ഏതസ്മിൻ അഗ്നൗ ദേവാഹ ശ്രദ്ധം ജുഹ്വതി തസ്യ ആഹുദേ സോമോ രാജാ സംഭവതി. തസ്മിൻ ഏതസ്മിൻ അഗ്നൗ, ആ ഈ അഗ്നി. ഏതാണ് അഗ്നി? ദ്യുലോകമാകുന്ന അഗ്നി. തസ്മിൻ ഏതസ്മിൻ അഗ്നൗ, ദ്യുലോകമെന്ന ഈ അഗ്നിയിൽ ദേവാഹ, ദേവന്മാർ ശ്രദ്ധാം ജുഹ്വതി, തങ്ങളുടെ ശ്രദ്ധയെ ഹോമിക്കുന്നു. അപ്പൊ ഇതുവരെ കണ്ട ഹോമത്തിന്റെ ബാഹ്യമായ ആവരണങ്ങളൊക്കെ മാറിയിട്ട് ഹോമിക്കുന്ന എന്തിനാണ്? ശ്രദ്ധയാണ്, വിശ്വാസത്തെയാണ്. ദേവന്മാർ തങ്ങളുടെ വിശ്വാസത്തെ മുഴുവൻ, ശ്രദ്ധയെ മുഴുവൻ ഈ അഗ്നിയിലേക്ക് എന്ത് ചെയ്തു? ഹോമിക്കുന്നു. തസ്യാഹ ആഹുതേഹി, ആ ആഹുതിയിൽ നിന്നും, ആ ഹോമത്തിൽ നിന്നും സോമോ രാജ ഭവതി, സോമൻ എന്ന രാജാവ് ഉണ്ടാകും. സോമോ രാജ ഭവതി. ഈ ഹോമനത്തിന്റെ ഫലമാണ് ഈ കനൽ. അഗ്നി അത് കത്തിച്ചു, അതിലേക്ക് സമിത്തുകൾ ഹോമിച്ചു, പുകയുണ്ടായി, ജ്വാലയുണ്ടായി, കെട്ടടങ്ങി കനലായി. അഗ്നി എന്ന യജ്ഞത്തിൻ്റെ ഫലമാണ് ഈ കനൽ. അതുകൊണ്ട് ഈ കനലിവിടെ ചന്ദ്രനാണ്. അതുകൊണ്ട് ആഹുതേഹെ സോമോ രാജാഭവതി, ആഹുതിയുടെ ഫലമായിട്ട് ഈ പ്രകാശമാനനായ ചന്ദ്രൻ രാജാവായിട്ട് ഭവിക്കുന്നു. ചന്ദ്രൻ എന്ന വാക്ക് തന്നെ എന്താണ്? ശോഭിക്കുന്നത് കൊണ്ടാണ്, പ്രകാശിക്കുന്നത് കൊണ്ടാണ്. രാജാവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് രാജിക്കുന്നത് കൊണ്ടാണ്, പ്രകാശിക്കുന്നതാണ്. ചന്ദ്രനെ ഇവിടെ രാജാവായിട്ട് കൽപ്പിക്കുകയാണ്. അങ്ങനെ അഗ്നിയുടെ കനലായി തീർന്നിരിക്കുന്ന ഈ രാജസ്വരൂപേണ വിരാജിക്കുന്ന ചന്ദ്രമ അല്ലെങ്കിൽ ചന്ദ്രൻ സംഭവതി ഉണ്ടാകും. അപ്പം ഈ 5 ആഹുതിയിൽ അവസാനത്തെയാണ് ചന്ദ്രൻ. ചന്ദ്രനാണ് എന്ത് ചെയ്യുന്നത്? ഫലം. യജ്ഞഫലം ചന്ദ്രനാണ്. ചന്ദ്രൻ വന്നെങ്കിൽ മാത്രമേ ഈ പ്രകൃതിയിലെ ഔഷധികൾക്കൊക്കെയും ഔഷധവീര്യം ഉണ്ടാവുകയുള്ളൂ. ചന്ദ്രനില്ലെങ്കിൽ ഒരു ചെടികൾക്കും വളർച്ചയുണ്ടാവില്ല, അവയുടെയൊക്കെ ഔഷധവീര്യം ഉണ്ടാവില്ല. ഭൂമിയിലെ സമസ്ത ജലരാശികളിലും ഔഷധം വിളയിക്കുന്നത് ചന്ദ്രൻ്റെ രശ്മികളായ നിലാവാണ്. ഇന്ന് നിലാവില്ലാതിരിക്കില്ല. ആരൊക്കെ സമരം ചെയ്താലും നിലാവ് സമരം ചെയ്യില്ല. മേഘം വന്ന് അല്പസമയം മൂടിയാലും അത് പോയി കഴിയുമ്പോൾ തൻ്റെ കൃത്യം നിലാവ് നിർവഹിക്കുക ചെയ്യും. രാത്രി മുഴുവൻ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പം അറിയാറില്ല. നമ്മൾ ഉറങ്ങുന്നിടം വരെയുള്ള കാര്യം നമുക്കറിയൂ. അതിനുശേഷവും ഈ ചന്ദ്രൻ പ്രയത്നിച്ച് പണിയെടുത്ത് ഈ ലോകത്തെ രക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ലോകത്തെ രക്ഷിക്കുന്ന ആളിനെ എന്താ വിളിക്കേണ്ടത്? രാജാവ്. അതുകൊണ്ട് ചന്ദ്രനെ എന്ത് വിളിച്ചു? രാജാവ്. അങ്ങനെ ചന്ദ്രൻ ആരായി? രാജാവായി. ലോകരക്ഷകനായ രാജാവായി തീർന്നു ചന്ദ്രൻ.
അത് സൂര്യൻ്റെ പരിണത ഫലമാണ് എന്നർത്ഥം അല്ലേ. സൂര്യനും ചന്ദ്രനും രണ്ട് ധ്രുവങ്ങളിൽ കൂടി നിൽക്കുന്നവരാണ്. സൂര്യനില്ലാത്തപ്പോൾ ചന്ദ്രൻ, ചന്ദ്രനില്ലാത്തപ്പോൾ സൂര്യൻ. ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് നമ്മളൊരു കാവ്യത്തിൽ പഠിച്ചാണ്. സുമേരുപർവ്വതത്തിന് ചുറ്റും ഫാറ്റ് കളിക്കുന്ന കുട്ടികളെ പോലെ, ഒളിച്ചും കണ്ടെത്തിയും കളിക്കുന്ന കുട്ടികളെ പോലെ സഞ്ചരിക്കുന്ന രണ്ട് കുട്ടികളെ പോലെയാണ് സൂര്യൻ എന്ന് സുകുമാരക വീട് ശ്രീകൃഷ്ണ വിലാസത്തിൽ സുമേരു വർണ്ണിക്കുമ്പോൾ ഇതേ ആശയം തന്നെ അവിടെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ സൂര്യൻ സമിത്തായി അഗ്നിയിൽ ആഹവനം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കനലാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവായ രാജാവാണ്. അതുകൊണ്ട് ആഹുതിയിൽ അഞ്ചാമത്തേതാണ് പ്രധാനം. അത് നീ അറിയുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇത്രയൊന്നും പഠിച്ചില്ല, ഞാൻ ഇത്രയൊന്നും പഠിച്ചില്ല, എന്നെ പഠിപ്പിച്ചില്ല. പിതാവും പറഞ്ഞു ഇത്രയൊന്നും ഞാൻ അവനെ പഠിപ്പിച്ചിട്ടില്ല, കാരണം എനിക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ അറിയാൻ പോകുന്നത് എന്ന് ദ്വിലോകത്തെ ആദ്യത്തെ സംഭാവന കൊണ്ട് സോമൻ എന്ന രാജാവ്, രക്ഷിതാവായ രാജാവ്, പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളെയും തൻ്റെ നിലാവ് കൊണ്ട് രക്ഷിച്ച് കാത്തു സൂക്ഷിച്ചു പോരുന്നു എന്ന് ഒന്നാമത്തെ ഖണ്ഡം അവിടെ എന്ത് ചെയ്തു? ഉപസംഹരിച്ചിട്ടുണ്ട്. തസ്മിന്നേതസ്മിന്നഗ്നോ ദേവാഹ ശ്രദ്ധം ജുഹ്വതി തസ്യ ആഹുദേഹ സോമോ രാജാ സംഭവതി. തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാ ശ്രദ്ധം ജുഹ്വതി തസ്യ ആഹുദേ സോമോ രാജാ സംഭവതി. ഈ സോമൻ ജലമയനാണ്. അതുകൊണ്ടാണ് ആപോമയമാണ് ശ്രദ്ധ, ശ്രദ്ധാമയനാണ് പുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ഫലമായി കണ്ടിരിക്കുന്ന ചന്ദ്രൻ ജലമയനാണ്. അതുകൊണ്ട് ചന്ദ്രനിൽ ജലമുണ്ട് എന്ന് ഉറപ്പാണ്. ഉണ്ടോ നോക്കാൻ പോകേണ്ട ആവശ്യമില്ല എന്ന് ഋഷി അന്നേ പറഞ്ഞു. കാരണം ചന്ദ്രൻ ജലമയമാണ്. രാത്രിയിൽ ചന്ദ്രൻ രശ്മിയായി നിലാവിൽ കൂടി ഭൂമിയിൽ പതിയുന്നതിൽ ജലാംശമുണ്ട്. ചന്ദ്രകാന്ത കല്ല് എന്നൊക്കെ ഒരു സങ്കല്പം നമുക്കുണ്ട്. ആ കല്ലിൽ രാത്രി നിലാവ് പതിഞ്ഞാൽ അതിലിങ്ങനെ വിയർപ്പുതുള്ളികൾ വന്ന് നിറഞ്ഞിരിക്കും. നമുക്കറിയാം അത്. അതുകൊണ്ട് ഈ ചന്ദ്രൻ വാസ്തവത്തിൽ ജലമയനാണ്, അഗ്നിസ്വരൂപനല്ല, ജലസ്വരൂപനാണ്. അതുകൊണ്ട് ചന്ദ്രനിൽ എപ്പോൾ ചെന്ന് നോക്കിയാലും ജലാംശം ഉണ്ട്, ഇല്ലാതിരിക്കില്ല എന്ന് ഋഷി ഇവിടെ ഉറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് ആപോമയനാണ് ചന്ദ്രൻ, ജലമയനാണ് ചന്ദ്രൻ. ആപോമയമായ ശ്രദ്ധാരൂപനായ ചന്ദ്രനാണ് ഈ പുരുഷൻ നൃത്തം. ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യസ്വരൂപനായ പുരുഷനെ ചന്ദ്രനോട് ഭാവന ചെയ്തുകൊണ്ടാണ് ഈ ഒന്നാമത്തെ മന്ത്രത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാ ശ്രദ്ധാം ജുഹ്വതി. ഈ അഗ്നി ദേവന്മാരെ ശ്രദ്ധയെ തന്നെ ഹോമിച്ചു. ശ്രദ്ധാരൂപമായ അപ്പിനെ ഹോമിച്ചു, ശ്രദ്ധാരൂപമായ ജലത്തെ ഹോമിച്ചു. തസ്യ ആഹുദേഹി, ആ ആഹവനം കൊണ്ട് സോമോ രാജാ സംഭവതി, സോമൻ രാജാവായി. ഈ അഗ്നിയിലേക്ക് സമർപ്പിച്ച വെള്ളമാണ് സോമനായി പരിണമിച്ച് രാജാവായി രാത്രികാലങ്ങൾ മുഴുവൻ പ്രപഞ്ചരക്ഷ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പകൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രക്ഷയൊക്കെ നമുക്ക് നോക്കാം, കുഴപ്പമില്ല. രാത്രി രക്ഷിക്കാൻ ആരെങ്കിലും വേണം. അതുകൊണ്ടാണ് എല്ലാ കെട്ടിടത്തിനും രാത്രിയിലത്തെ കാവൽക്കാരിടുക. സെക്യൂരിറ്റി പകൽ വേണ്ടല്ലോ, രാത്രിയാണ്. എന്താ കാരണം? രാത്രിയാണ് ഇൻസെക്യൂർ ആകുന്നത്. പകൽ ഒരു കുഴപ്പമില്ല. പകൽ ഞാൻ രക്ഷിച്ചോളാം, പകലത്തെ രക്ഷിതാവ് ഞാനാണ്. ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്നെ രക്ഷിക്കാൻ ഒരാൾ ഉണ്ടാവണം എന്നാണ്. അങ്ങനെ രക്ഷിക്കുന്ന ആളായിട്ടാണ് ശ്രദ്ധാരൂപനായ ചന്ദ്രനെ ഭാവന ചെയ്ത് ആ ചന്ദ്രനെ പരമപുരുഷനായി ചൈതന്യസ്വരൂപമായി സംഭാവന ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു. ഇപ്പം നമ്മൾ ഇന്നും അതിനെ ആചരിച്ചു വരുന്നത്. കാരണം നമ്മളെ രാത്രി രക്ഷിക്കാനാണ് ആൾ വേണ്ടത്. പകലൊരു കുഴപ്പമില്ല, പകലൊക്കെ ഞാൻ തന്നെ കഴിച്ചു കൂട്ടാം. രാത്രി എനിക്കൊരു കൂട്ട് വേണം, രക്ഷിതാവ് വേണം, എന്നെ രക്ഷിക്കാൻ. ഇതാണ് ഈ ഉപനിഷത്തും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടിരുന്ന കാര്യം. ഉണ്ടാണ് തസ്മിൻ ഏതസ്മിന്നഗ്നോ ദേവാഹ ശ്രദ്ധം ജുഹ്വതി തസ്യാഹ ആഹുദേ സോമോ രാജ സംഭവതി. അതുകൊണ്ട് ഈ ശ്രദ്ധ എന്ന അപ്പാണ് ചന്ദ്രനായി പരിണമിച്ചത് എന്ന് ഈ ഹോമം ചെയ്യുന്നവരും അതിൻ്റെ ഫലം അനുഭവിക്കുന്നവരും യജമാനന്മാരുമൊക്കെ
അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉപന്യസിക്കാൻ കാരണം. അവർ ചെയ്യുന്ന കർമ്മം കൊണ്ട് ഏറ്റവും അധികം ആകർഷണീയമായിത്തീരുന്ന ജലസംബന്ധിയായ ദ്വിലോകത്തിൽ പ്രവേശിച്ച് ചന്ദ്രനെ പോലെയുള്ള ഒരു ശരീരം സ്വീകരിച്ച് എല്ലാവരും സോമഭൂതന്മാരായിട്ട് രക്ഷിതാക്കളായിട്ട് തീരുന്നു എന്നൊരു ഭാവന പറഞ്ഞുകൊണ്ടാണ് അത് ഉപസംഹരിക്കുന്നത്. 5ാമത്തെ ഖണ്ഡത്തിലേക്ക് കടന്നാൽ പർജന്യോ വാവാ ഗൗതമ അഗ്നിസ്തസ്യ വായുരേവ സമിത് അഭ്രം ധൂമോ വിദ്യുദർച്ചിഹി അസനിരങ്കാരോ ഹ്രാദനയോ വിസ്ഫുലിംഗാഹ. പർജന്യോ വാവ ഗൗതമ അഗ്നി. പർജന്യൻ എന്നുവെച്ചാൽ മഴ പെയ്യിക്കുന്ന ദേവത, മേഘം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വൃഷ്ടി ദേവതയാണ് പർജന്യൻ എന്ന് പറയുന്നത്. അത് ദ്വിലോകത്തിൻ്റെ താഴെയാണ്. അന്തരീക്ഷ ലോകം എന്ന് പറയാം. അന്തരീക്ഷത്തിനാണ് മഴ പൊഴിയുന്നത്. മഴ പൊഴിയാത്ത സ്ഥലം മുകളിലുണ്ട്. നമുക്ക് വിമാനത്തിൽ പോകുമ്പോൾ കാണാം. വിമാനത്തിൽ മേഘപാളികൾക്കകത്തുകൂടി സഞ്ചരിച്ചു പോകുമ്പോൾ താഴേക്ക് വെള്ളം വീഴുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ മുകളിൽ നിന്നിട്ട് വെള്ളവുമില്ല. കാരണം ഈ ദ്വിലോകത്തിൻ്റെ താഴെയുള്ള അന്തരീക്ഷ ലോകത്തിലെ ദേവത, അതിലെ ചൈതന്യം പർജന്യനാണ്, മേഘമാണ്, മഴ പൊഴിക്കുന്ന മേഘമാണ്. പർജന്യോ വാവ ഗൗതമ അഗ്നി തസ്യ വായുരേവ സമിത്. ആ പർജന്യൻ എന്ന അഗ്നിക്ക് സമിത്ത് വായുവാണ്. വായുവാണ് സമിത്തായി ഇതിലേക്ക് അർപ്പിക്കപ്പെടുന്നത്. കാരണം ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ നിറഞ്ഞ് വ്യാപരിക്കുന്നത് വായുവാണ്. അതുകൊണ്ട് വായു എന്തിനെയാണ്? സമിത്ത് തന്നെയാണ്. ഓരോ പ്രാവശ്യവും കാറ്റ് വീശി തീർന്നു പോവുകയാണ്. അതെല്ലാം ഈ അന്തരീക്ഷമാകുന്ന അഗ്നിയിലേക്ക് ഹോമമായി സമർപ്പിച്ച് പോവുകയാണ് വായു ചെയ്യുന്നത്. അതുകൊണ്ട് വായുരേവ സമിത്ത് അഭ്രം ധൂമോ. അഭ്രം ധൂമമാണ്. അഭ്രത്തെ മുകളിലുള്ള ആകാശം, അഭ്രം, അത് ധൂമമാണ്. അഭ്രം ധൂമോ വിദ്യുത് അർച്ചിഹി. മിന്നൽ അർച്ചിഫാണ്. ജ്വാലയാണ് മിന്നൽ. എന്ത് വലിയ ഭാവനയാണ്! ജ്വാല പോലെയല്ലേ മിന്നൽ ഇരിക്കുക തന്നെ. അതുകൊണ്ട് വായുരേവ സമിത്ത് അഭ്രം ധൂമോ. കാരണം പുക പോലെ കാണപ്പെടുന്ന ഈ ആകാശം നമ്മൾ താഴെ നോക്കിയാൽ മുകളിൽ നമുക്ക് കാണാൻ പറ്റും. അത് അന്തരീക്ഷത്തിൻ്റെ മുകൾ ഭാഗമാണ്. മേഘാവൃതമായി കാണപ്പെടുന്ന ഈ ആകാശം നമ്മൾ വിളിക്കുന്ന സ്ഥലം വാസ്തവത്തിൽ ആകാശമൊന്നും അല്ലല്ലോ, മേഘപാളികളല്ലേ. ആകാശം എന്ന് വെച്ചാൽ ഇടയനേ ഉള്ളൂ, സ്ഥലം എന്നുള്ള അർത്ഥം. അത് ഈ എല്ലായിടത്തും ഉണ്ട്, മുകളിലും താഴെ എല്ലായിടത്തും ആകാശമുണ്ട്. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേര് നമ്മൾ ആകാശം എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ധൂമോ വിദ്യുത് അഭ്രം ധൂമോ വിദ്യുത് അർച്ചിഹി അശനിഹി അങ്കാരഹ. അശനി ഇടിത്തി, അതിൻ്റെ കനലാണ്, അങ്കാരമാണ്. അശനിച്ച ഇടിത്തി. ഇടികൊണ്ടുണ്ടാകുന്ന തീക്ക് പുകയില്ല. അത് കെട്ടടങ്ങിയ കനൽ പോലെയാണ്. അതുകൊണ്ട് അതിനെ അങ്കാരം എന്ന് വിളിച്ചു. വിദ്യുത് അർച്ചിഹി അശനിഹി അങ്കാരഹ ഹ്രാദനയോ വിസ്ഫുലിംഗാഹ. ഹ്രാദനികൾ ഇടിയൊച്ചകൾ. ഹ്രാദനികൾ ഇടിയൊച്ചകൾ. ഇടിയുടെ ശബ്ദം തീപ്പൊരി പോലെ ചിതറിപ്പോകും. ഒരു ദിക്കിൽ നിന്നാണ് ഇടി എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന്, നിങ്ങൾ അവിടെ നോക്കിയാൽ അവിടെ നിന്ന്, വേറെ ആൾ നോക്കിയാൽ അവിടെ നിന്ന്. ഇത് എവിടെ നിന്നാണ് ഈ ഇടി വന്നതെന്ന് ചോദിച്ചാലോ, മുകളിൽ നിന്ന് ഇങ്ങനെ ഇടി വരും. അതിന് പ്രത്യേക പോയിന്റ് കണ്ടുപിടിക്കാൻ ഒരു ശാസ്ത്രജ്ഞന് ഇത്രയും കാലം മെനക്കെട്ട് പറ്റിയിട്ടില്ല. ഇന്ന സ്ഥലത്ത് നിന്നാണ് ഇടി ഉണ്ടാകുന്നത് പറയാൻ പറ്റത്തില്ല. ആ ഇടി ഈ അന്തരീക്ഷത്തിൽ ചിതറി തീപ്പൊരികളെ പോലെ വ്യാപരിച്ചു നിൽക്കുന്നതാണ് ഇടി. ഇടിയൊച്ചകൾ ചിലപ്പോൾ അങ്ങനെയാണ്. എന്താണ്, മൃദംഗം കൊട്ടുന്ന പോലെ മാറി 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 ഇടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊരു വിസ്ഫുലിംഗമായിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഭാവന ചെയ്തു. ഇവിടെയാണ് ഋഷിയുടെ ഭാവനാത്മകമായ കണ്ണ് ശരിക്കും പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ്.
ഈ മുമ്പത്തെ ദ്യുലോകത്തെ അഗ്നി എന്ന് കണ്ടതുപോലെ ഈ അന്തരീക്ഷ ലോകത്തെ ഇപ്പോൾ അഗ്നിയായിട്ട് കണ്ടു. ആ അന്തരീക്ഷ ലോകമാകുന്ന അഗ്നിയിലേക്ക് ഹോമിക്കപ്പെടുന്ന ഹവിഫ് ഫമിത്താണ് വായു. വായു എന്ന ഫമിത്ത് ഹോമിച്ചു കഴിയുമ്പോൾ മേഘപാളികൾ പോലെ അഭ്രം കാണാം. അതതിൻ്റെ ധൂമാണ്. അതിൻ്റെ ഹോമിച്ചു കഴിഞ്ഞ വായു ഹോമിച്ചു കഴിഞ്ഞ് ആ പുകയുടെ ധൂമാണ്. അത് കഴിയുമ്പോൾ അർച്ചിഫ് ഉണ്ടാകും, നല്ല ജ്യോതിഫ്. അതാരാണ്? അശനിയ. വിദ്യുത്ത്, മിന്നല. വിദ്യുത് മിന്നൽ ജ്വാല പോലെയാണ്, നമുക്ക് കണ്ടറിയാം. അശനിഹി അങ്കാരഹ, ഇടിത്തി അങ്കാരമാണ്. ഹ്രാദനികൾ വിസ്ഫുലിംഗങ്ങളാണ്, ഇടിയൊച്ചകൾ വിസ്ഫുലിംഗങ്ങളുമാണ്. ഇങ്ങനെ അന്തരീക്ഷ ലോകത്തൊരു യജ്ഞം നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ യജ്ഞത്തിൽ ഈ അന്തരീക്ഷ ലോകത്തിലെ സകല പാർട്ടിസിപ്പൻസും, അതായത് ഘടകങ്ങളും അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അന്തരീക്ഷ ലോകത്തിലെ പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ മേഘാവൃതമായി നമ്മൾ കാണപ്പെടുന്ന ഈ ആകാശമാണ്. അതിനാണ് നമ്മൾ അന്തരീക്ഷം എന്ന് വിളിക്കുന്നത്. അതിലേക്ക് വായുവാണ്. വായു അവിടെ ഇങ്ങനെ സദാ പ്രവഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വായു ഫമിത്താണ്. ആ വായുവിനെ അതിലേക്ക് ഹോമിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുകയാണ് ഇതിൻ്റെ അഭ്രം, ആകാശം. വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന, ചിലപ്പോൾ വെളുപ്പ്, ചിലപ്പോൾ കറുപ്പ്, ഇങ്ങനെ കാണാം. പുകയ്ക്കും അങ്ങനെയാണ്. അതുകൊണ്ട് അഭ്രം ധൂമോ വിദ്യുത് അർച്ചി. അവിടെ കാണപ്പെടുന്ന വിദ്യുത്ത്, മിന്നലെ അർച്ചിഫാണ്, ജ്വാല പോലെ മിന്നിക്കൊണ്ടിരിക്കുന്നു. അശനിഹി അങ്കാര. ഇത് കഴിയുമ്പോൾ ഒരു കനലായി ശേഷിക്കുന്നത് എന്താണ്? അശനിയാണ്, ഇടിത്തിയാണ്. ആ ഇടിത്തിക്ക് കനലോ മറ്റൊന്നുമില്ല. ഇടിത്തിക്ക് ജ്വാലയില്ല, പ്രകാശമില്ല, ഒന്നുമില്ല. അത് കനല് പോലെ നമുക്കിങ്ങനെ കാണാം. അപ്പോഴുണ്ടാകുന്ന ചെറിയ 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 ഇടികൾ ഇതിൻ്റെ വിസ്ഫുലിംഗങ്ങളാണ്, തീപ്പൊരികളാണ്. ഈ യജ്ഞത്തിൻ്റെ പരിണത ഫലമാണ് ഈ തീപ്പൊരികളാകുന്ന വിസ്ഫുലിംഗങ്ങൾ. അത് യജ്ഞത്തിൻ്റെ പരിണത ഫലമാണ്. എന്താണ്? ഇടി. അന്തരീക്ഷത്തിൽ മേഘം ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണത ഫലമാണ് ഇടി. ആ ഇടിയെയാണ് ശ്രദ്ധാരൂപമായ ജലമയമായ പുരുഷനായി സങ്കല്പിക്കുന്നത്. മുമ്പ് സങ്കല്പിച്ച പോലെ തന്നെ ഇവിടെയും ഇടി ഉണ്ടാകുന്നത് വെള്ളവുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ. മഴയൊന്നും ഇല്ലാത്തപ്പോൾ ഇടി ഉണ്ടാവാം, പക്ഷേ മേഘമില്ലാതെ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. മേഘം ഉണ്ടാവും, പക്ഷെ അത് മഴയായി നമ്മുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ ഇടിവെച്ച് കേൾക്കുന്നതാവാം. അതുകൊണ്ട് ഈ അന്തരീക്ഷത്തിലെ ആകുന്ന അഗ്നിയിൽ വായുവാകുന്ന ഫമിത്ത് ഹോമിച്ച് അഭ്രമാകുന്ന പുകയുണ്ടായി, മിന്നലാകുന്ന ജ്വാലയുണ്ടായി, ഇടുത്തിയാകുന്ന കനലുണ്ടായി, പിന്നാണ് വിസ്ഫുലിംഗങ്ങൾ, ഇടി ഒച്ചകളാകുന്ന വിസ്ഫുലിംഗങ്ങളുണ്ടായി. ഈ വിസ്ഫുലിംഗങ്ങൾ ഇതിൻ്റെ ഫലമാണ്, യജ്ഞഫലമാണ്. യജ്ഞത്തിന് ഫലം തരുന്ന ഈ ഒരു പുരുഷൻ, യജ്ഞങ്ങളുടെ ഫലം തരുന്ന പുരുഷൻ്റെ അകത്തുണ്ടാവണം. അതുകൊണ്ട് മേഘം തങ്ങളുടെ കൃത്യം യജ്ഞരൂപേണ ചെയ്ത് പൂർണ്ണമാകുമ്പോൾ അതിൻ്റെ ഫലം തരുന്ന, അന്തിമമായ ഫലം തരുന്ന ഈ നാദം, ഈ ശബ്ദം, ഈ ധ്വനി, ഇതിൻ്റെ ശബ്ദം തന്നെയാണ്. മേഘത്തിൻ്റെയും മഴയുടെയും വായുവിൻ്റെയും ഒക്കെ ശബ്ദ തരംഗങ്ങളായി ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കും. അത് ഈ പരമപുരുഷനായ യജ്ഞസ്വരൂപനായ ബ്രഹ്മചൈതന്യ ശക്തി മാത്രമാണെന്ന് തിരിച്ചറിയണം. മുമ്പ് ദുലോകത്തിൽ തിരിച്ചറിഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യണം? അന്തരീക്ഷ ലോകത്തിൽ ഈ ചൈതന്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. പർജന്യോ വാവഗൗതമാ അഗ്നി തസ്യ വായുരേവ സമിത്ത് അഭ്രം ധൂമോ വിദ്യുദർച്ചിഃ അശനിരങ്കാരാ ഹ്രാദനയോ വിസ്ഫുലിംഗാഃ പർജന്യോ വാവഗൗതമാഗ്നിഃ തസ്യ വായുരേവ സമിത് അഭ്രം ധൂമോ വിദ്യുദർച്ചിഃ അശനിരങ്കാരാ ഹ്രാദനയോ വിസ്ഫുലിംഗാഃ പർജന്യോ വാവഗൗതമാഗ്നിഃ തസ്യ വായുരേവ സമിത് അഭ്രം ധൂമോ വിദ്യുദർച്ചിഃ അശനിരങ്കാരോ
ഹ്രാദനയോ വിസ്ഫുലിംഗാഹ. ഈ ഇതാണ് ഇടുത്തിയാകുന്ന എന്ന ഈ കനല് അതിൽ നിന്നും ചിതറി ഉണ്ടാകുന്ന വിസ്ഫുലിംഗങ്ങളാണ് വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ഹ്രാദനികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ശക്തി. തസ്മിന്നേതസ്മിന്നഗ്നൗ ദേവാഹ സോമം രാജാനം ജുഹ്വതി തസ്യാഹ ആഹുദേഹ വർഷം സംഭവതി. ഈ ആഹുതിയില് തസ്മിന്നേവ നേതസ്മിന്നഗ്നൗ ഈ അഗ്നിയിലേക്ക് ദേവാഹ ദേവന്മാർ സോമം രാജാനം ഭൂതി. സോമം എന്ന മുമ്പ് കണ്ട ആ സോമനാകുന്ന രാജാവിനെ ഹോമിക്കുന്നു. ആ ആഹുതിയിൽ നിന്നും വർഷം സംഭവതി മഴയുണ്ടാകും. ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണെന്ന് നമുക്ക് തോന്നാം. നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഈ മഴയുടെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ നമുക്ക് ഇത്ര അറിയൂ എന്നുള്ളത് കൊണ്ടാണ്. ഈ അഗ്നിയിൽ അന്തരീക്ഷമാകുന്ന അഗ്നിയിൽ ദേവന്മാര് വായുവിനെ ഹോമിച്ചെങ്കിൽ മാത്രമേ ധൂമജ്യോതി ഫലിതമരുതാം സന്നിപാതക്വമേഘ എന്ന് കാളിദാസൻ മേഘത്തിന്റെ കമ്പോണൻസ് പറഞ്ഞ കൂട്ടത്തിൽ ധൂമം ജ്യോതി ഫലിതം മരുത്ത് ഇവയുടെ കൂടിച്ചേരലാണ്. അതാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചൊക്കെ. ഇവ കൂടിച്ചേരുമ്പോൾ എന്താകും? വർഷം ഉണ്ടാകും, അല്ലെങ്കിൽ മഴ ഉണ്ടാകും. അപ്പോൾ അവിടെ സോമൻ എന്ന ഈ അഗ്നി ദേവന്മാർ സോമൻ എന്ന രാജാവിനെയാണ് ഹോമിക്കുന്നത്. അതായത് ഈ സോമാകാരമായി പരിണമിച്ചിട്ടുള്ളതാണ് ഇവിടെ ശ്രദ്ധയെന്ന പുരുഷൻ. സോമന്റെ ആകൃതിയിൽ പരിണമിച്ചതാണ് ശ്രദ്ധയെന്ന പുരുഷൻ. കാരണം വെള്ളമാണ് ഉണ്ടാകുന്നതെങ്കിൽ ചന്ദ്രന്റെ സാന്നിധ്യം ഉണ്ടാവണം, അല്ല വെള്ളം ഉണ്ടാവില്ല. അന്തരീക്ഷത്തിൽ വെള്ളം വരണമെങ്കിൽ ആ അന്തരീക്ഷം ചന്ദ്രാകാരമാവണം, ചന്ദ്രാകൃതിയിലാവണം. അങ്ങനെ ആയതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അതിന് നമുക്ക് വെള്ളം അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ജലസ്വരൂപനായ ചന്ദ്രൻ, ആ ചന്ദ്രൻ അന്തരീക്ഷത്തിലേക്ക് മഴ എന്ത് ചെയ്യുന്നു? പൊഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് തസ്മിൻ ഏതസ്മിൻ അഗ്നൗ ദേവാഹ സോമം രാജാനം ജുഹ്വതി തസ്യാഹ ആഹുദേഹ ആ ആഹുതിയിൽ നിന്നും വർഷം സംഭവതി മഴയുണ്ടാകുന്നു. അപ്പൊ ഇപ്പം രണ്ടാമത് ആദ്യത്തിൽ കണ്ട ചന്ദ്രൻ ഇപ്പോൾ ജലമയമായ വർഷമായി പരിണമിച്ച ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ആ പരമപുരുഷന്റെ ചൈതന്യ സ്വരൂപമാണ് ഈ വർഷം. നമ്മളാരും വിചാരിക്കുമ്പോൾ മഴ പെയ്യത്തുമില്ല, മഴ തീരുകയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പറ്റുമായിരുന്നു നമുക്ക് ഈ മഴ നിയന്ത്രിച്ച് നിർത്താനും ആവശ്യമുള്ളപ്പൊക്കെ എടുക്കാനും അണകെട്ട് നിർത്തുന്ന പോലെ വെള്ളം ഭൂമിയിൽ. അതേപോലെ നമുക്കിത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നടക്കില്ല. നമ്മൾ വിചാരിക്കുമ്പോൾ മഴ പെയ്യില്ല, നമ്മൾ വിചാരിക്കുമ്പോൾ മഴ നിൽക്കുകയില്ല. ഇത് രണ്ടും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് ആ പരമപുരുഷനായ ചൈതന്യ സ്വരൂപന്റെ ശക്തി ആണ് എന്ന് ഈ ആഹുതിയുടെ പരിണത ഫലം നമ്മെ കാണിച്ചു തരികയാണ് ചെയ്തത്. ഇനി ആറാമത്തെ ഖണ്ഡത്തിൽ മൂന്നാമതൊരു ഉദാഹരണം കൂടി പറയാണ്. പൃഥ്വീവാവ ഗൗതമ അഗ്നി തസ്യാഹ സംവത്സരേവ സമിത്ത് ആകാശോ ധൂമോ രാത്രിർച്ചി ദിശോ അങ്കാരാഹ അവാന്തരദിശോ വിസ്ഫുലിംഗാഹം. പൃഥ്വി വാവ പൃഥ്വി തന്നെയാണ് ഗൗതമ അഗ്നി. അല്ലയോ ഗൗതമ, ഈ പൃഥ്വി ഇനി താഴേക്ക് വരികയാണ്. ദ്യുലോകം കഴിഞ്ഞു, അന്തരീക്ഷ ലോകം കഴിഞ്ഞു, ഇനി താഴേക്ക് വരുന്ന ഭൂലോകമാണ്. ഭൂർ ഭുവ സ്വ എന്ന് 3 ഊർധ്വലോകങ്ങളെ കുറിച്ച് നമ്മൾ ഇതിനുമ്പ് പലപ്പോഴും പഠിച്ചു കഴിഞ്ഞതാണ്. ഭൂർ ഭുവ സ്വ, അതിലെ സ്വായും കഴിഞ്ഞു, ഭുവയും കഴിഞ്ഞു, ഇനിയും ഭൂഹു ദേവയാണ്, ഭൂദേവതയാണ്. കൊണ്ട് പൃഥ്വി വാവ ഗൗതമാഗ്നി, ഈ പൃഥ്വി അഗ്നിയാണ്. ഈ പൃഥ്വിയെ ഭൂമിയെ അഗ്നിയായിട്ട് സങ്കല്പിക്കൂ. തസ്യാഹ സംവത്സരേവ സമിത്ത്, അതിന് സംവത്സരങ്ങളാണ് സമിത്തുകൾ. സംവത്സരം വർഷങ്ങളാണ്. ഓരോ വർഷവും ഈ പൃഥ്വിയിൽ സമിത്തായി പരിണമിച്ച് ഇല്ലാണ്ട് പോവുക. കഴിഞ്ഞ വർഷം തിരിച്ചു വരില്ല. ഒരു വർഷം എന്താണ് ഈ ഹോമിച്ചു കഴിഞ്ഞ സമിത്ത് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ലല്ലോ. അങ്ങനെ ആരും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അഗ്നിയിലേക്ക് ഹോമിച്ചു കഴിഞ്ഞാൽ ആ സമിത്തിന് തിരിച്ചു കിട്ടിയാലോ കിട്ടില്ല. അതിൻ്റെ പരിണത ഫലമായി അതിൻ്റെ കനല് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അതൊന്നും കിട്ടില്ല.
അതേപോലെ ഈ പകലാകുന്ന ഫമിത്ത് പൃഥ്വിയാകുന്ന ആകാശത്തിൽ എന്ത് ചെയ്യുന്നു? ഹോമിക്കുന്നു. പൃഥ്വി വാവ ഗൗതമ അഗ്നി തസ്യ സംവത്സരേവ ഫമിത്ത് ആകാശോ ധൂമോ. അവിടെ ആകാശം ധൂമമാണ്. ആകാശം നമുക്ക് കാണാൻ പറ്റുന്ന ഈ അന്തരീക്ഷം അത് ധൂമമാണ്. രാത്രി അർച്ചിഹി, രാത്രിയാണ് അർച്ചിഫ്. അർച്ചിഫ് എന്ന് വെച്ചാൽ ജ്വാല. ഈ പൃഥ്വിയാകുന്ന അഗ്നിയിലെ സംവത്സരങ്ങൾ ആയ ഫമിത്തുകൾ ഹോമിക്കുമ്പോൾ ആദ്യം ആകാശം എന്ന ധൂമം ഉണ്ടാകും, പിന്നെ രാത്രി എന്ന അർച്ചിഫ് ഉണ്ടാകും. അർച്ചിഫിന് തിളക്കം എന്നർത്ഥം. രാത്രി തിളങ്ങുന്നത് ചന്ദ്രനെ കൊണ്ടും നക്ഷത്രങ്ങളെ കൊണ്ടും രാത്രി ശോഭിച്ചുകൊണ്ടേയിരിക്കും. അവരുദിക്കുന്ന ഭൂമിയിൽ രാത്രിയിൽ പ്രകാശം കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഭൂമിയിലെ പ്രകാശമാണ്, ജ്വാലയാണ് രാത്രി. രാത്രി അർച്ചിഹി ദിശോ അങ്കാരാഹ, ദിക്കുകൾ കനലുകളാണ്, അങ്കാരങ്ങളാണ്. ദിശോ അങ്കാരാഹ, കാരണം ദിക്കുകള് നിശ്ചലങ്ങളാണ്. കനല് പോലെ അതെന്താണ്? ശാന്തമാണ് ദിക്കുകൾ. 4 ദിക്ക് നമുക്കറിയാം. കിഴക്കും വടക്കും തെക്കും പടിഞ്ഞാറൊക്കെയുള്ള 4 ദിക്കുകൾ. ഈ 4 ദിക്കുകൾ വാസ്തവത്തിൽ കനല് പോലെയാണ്. കനല് കെട്ടടങ്ങി ഇല്ലാണ്ടാകുന്നതാണ്. ഈ ദിക്കും അങ്ങനെയാണ്. ദിക്ക് നമുക്ക് വ്യാവഹാരിക ദിശയിൽ മാത്രമേ ഉള്ളൂ. സൂര്യനുണ്ടെങ്കിൽ ദിക്കുള്ളൂ, അല്ലെ ദിക്കില്ല. സൂര്യൻ ഉദിക്കുന്ന ദിക്ക് നമ്മൾ കിഴക്കുന്ന വേര് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കിഴക്കുന്ന ഒരു വസ്തുവില്ല, ഒരു ദിക്കുമില്ല. പക്ഷെ സൂര്യൻ്റെ ഈ പ്രയാണത്തെ അധികരിച്ച് നമ്മൾ ഒരു സാങ്കല്പികമായ പ്രതലം ഉണ്ടാക്കിയതാണ് കിഴക്ക് എന്നും വടക്കെന്നും പടിഞ്ഞാറെന്നും ഒക്കെ. ഇവരാരും ഇല്ലെങ്കിൽ, നമ്മളും ഇല്ലെങ്കിൽ ദിക്കില്ല. ഇവരും നമ്മളും ഉണ്ടെങ്കിൽ ദിക്കുള്ളൂ. സൂര്യനും വേണം, നമ്മളും വേണം. സൂര്യനും നമ്മളും സജീവമാണെങ്കിൽ ദിക്കുണ്ട്. ഇവർ രണ്ടും ഇല്ലെങ്കിലോ ദിക്കില്ല. ദിക്കെന്ന് പറയുന്നത് ഒരു ആപേക്ഷികമാണ്, ശാശ്വത സത്യം അല്ല ദിക്ക്. കാലവും അങ്ങനെയാണ്. അതുകൊണ്ട് അങ്കാരമാണ് ദിക്കുകൾ. അവാന്തര ദിശോ വിസ്ഫുലിംഗാഹ, കോണുകൾ വിസ്ഫുലിംഗങ്ങളാണ്. അവാന്തര ദിശ എന്ന് വെച്ചാൽ കോണുകൾ, ദിക്കോണുകൾ. ആ ദിക്കോണുകൾ വിസ്ഫുലിംഗങ്ങളാണ്. ഇവിടെ ഭൂമിയെക്കുറിച്ചാണ് പറയുന്നത് മുഴുവൻ. ഭൂമി ആരാണ്? ഭൂമി ഒരു അഗ്നിയായിട്ട് സങ്കല്പിക്കാം. കാരണം ഈ അഗ്നിയിലേക്ക് ഹവിഫ് ഹോമിച്ചെങ്കിൽ മാത്രമേ ആ ഹവിഫിൻ്റെ പരിണതഫലമായ ധൂമത്തിൽ നിന്നും മഴയുണ്ടായി ഈ ഭൂമി കൃഷിക്ക് ഉപയുക്തമാവുകയുള്ളൂ. യജ്ഞം നടന്നെങ്കിൽ മാത്രമേ ഭൂമി കൃഷിക്ക് ഉപയുക്തമാവുകയുള്ളൂ. യജ്ഞം നടന്നില്ലെങ്കിൽ ആവില്ല. പർജന്യ ഇവിടെ ഒരു യജ്ഞം നടത്തുന്നു, അതുകൊണ്ട് കൃഷിക്ക് ഉപയുക്തമാണ്. മേഘം അതിൻ്റെ യജ്ഞം ഭൂമിയിൽ നിർവഹിക്കുന്നുണ്ട്, ഈ ഭൂമി കൃഷിക്ക് ഉപയുക്തമാണ്. അങ്ങനെ വീണ്ടും വീണ്ടും ഇത് കൃഷിക്ക് ഉപയുക്തമാക്കാൻ വേണ്ടി ഈ ഭൂമിയെ പരിപുഷ്ടമാക്കി മാറ്റുന്നത് സംവത്സരങ്ങളാണ്. ഒരു വർഷം മാത്രമല്ല കൃഷി. ഈ വർഷം കൃഷി ചെയ്തു, ഇനി ഈ ജന്മത്തിലില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത വർഷം പിന്നെയും, അടുത്ത വർഷം പിന്നെയും. ഇത് ഫമിത്ത് ഹോമിക്കുന്ന പോലെയാണ്. ഇന്നൊരു ഫമിത്ത്, നാളെ മറ്റൊരു ഫമിത്ത്, മറ്റന്നാൾ മറ്റൊരു ഫമിത്ത്. ഈ ഒരേ ഫമിത്ത് തന്നെ വീണ്ടും വീണ്ടും ഹോമിക്കലാണ്. അതേപോലെയാണ് ഈ കൃഷിക്ക് പാകമാകത്തക്കവട്ടിൽ ഓരോ വർഷങ്ങളും ഈ ഭൂമിയെ എന്താക്കി മാറ്റുന്നു? സമ്പുഷ്ടമാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് വർഷങ്ങൾ ഭൂമിയെ കൃഷിക്ക് ഉപയുക്തമാക്കുന്ന പദാർത്ഥങ്ങളാണ്. അതുകൊണ്ടാണ് സംവത്സരത്തെ ഫമിത്ത് എന്ന് പറഞ്ഞത്. സംവത്സരമാണ് ഫമിത്ത് എന്ന് വെച്ചാൽ ആ ഫമിത്തുകളാണ് യജ്ഞത്തെ പരിപുഷ്ടമാക്കുന്നത്. അതേപോലെ ഈ സംവത്സരമാകുന്ന ഫമിത്താണ് ഭൂമിയെ പരിപുഷ്ടമാക്കി മാറ്റുന്നത്. ഇനിയും അതിൽ നിന്നുണ്ടാകുന്ന അഗ്നിയിൽ നിന്നും ധൂമം എന്നതുപോലെ പൃഥ്വിയിൽ നിന്നും ഉയർന്നു കാണുന്നതാണ് ആകാശം. ആകാശത്തിന്റെ അറ്റം എവിടെയെന്ന് ചോദിച്ചാൽ അങ്ങറ്റത്ത് അവിടെ തീരും. ചക്രവാളം എന്ന് പറയും. അവിടെ തീരുമോ? ഇല്ല. പക്ഷെ നമുക്കിതേ അറിയൂ. 4 ദിക്കിലും ചെന്ന് ആര് തീരും? ആകാശം തീരുന്നതാണ്. കിഴക്ക് ദിക്കിൽ ആകാശം താഴെ ചെന്ന് മുട്ടി നിൽക്കും. പടിഞ്ഞാറോ അങ്ങനെ, വടക്കോ അങ്ങനെ, തെക്കോ അങ്ങനെ തന്നെ. പക്ഷെ ഒന്നും സംഭവിക്കുന്നതല്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട്
ഈ ഉയർന്നു കാണുന്ന ആകാശത്തെ ധൂമമായിട്ട് കണ്ടു. ജ്വാലകൾ അഗ്നിക്ക് എപ്രകാരമാണോ ഉള്ളത് അതേപോലെ തമോരൂപമായ രാത്രിക്ക് പ്രകാശസ്വരൂപമായ ഒരു ജ്വാലയാണ് രാത്രി. രാത്രി വാസ്തവത്തിൽ തമോമയമാണ്, ഇരുട്ടാണ്. ഇരുട്ടുണ്ടാകുന്ന രാത്രിയിലാണ്. പക്ഷേ ആ ഇരുട്ട് എന്ന രാത്രിക്ക് ഈ ജ്വാലകൾ അഗ്നി പോലെ ശോഭിക്കുന്നത് കൊണ്ട് ഈ രാത്രി എന്ത് ചെയ്യും? അവിടെ പ്രകാശസ്വരൂപമായ പൃഥ്വിക്ക് അനുഗുണമായ ഫലം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ രാത്രിയില്ല പറ്റില്ല. പകലുള്ളവരനെ എന്തും വേണം, രാത്രിയും വേണം. ഇത് രണ്ടും ഒരുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ്? ശാന്തത എന്ന ഒരു സാമ്യത കൊണ്ട് ദിക്കൊക്കെ ശാന്തമാണ്. എപ്പോഴും ദിക്ക് ശാന്തമാണ്. അതുകൊണ്ട് അതിനെ അങ്കാരമാണ്, തീക്കനലാണ് എന്ന് പറഞ്ഞു. ഇനിയും ആ അങ്കാരങ്ങളാകുന്ന ആ ദിക്കുകളാകുന്ന തീക്കനിൽ നിന്നും ക്ഷുദ്രങ്ങളും അപ്രധാനങ്ങളുമായ കുറെ അവാന്തര ദിക്കുകളുണ്ടാകും. ദിക്ക് പോലും അപ്രധാനമാണെങ്കിൽ പിന്നെ അവാന്തര ദിക്കിന്റെ കാര്യം പറയാനില്ലല്ലോ. കോണുകൾ, എവിടെയാ കോണ്? ഉരുണ്ടിരിക്കുന്ന ഈ ഭൂമിക്കകത്ത് എവിടെയാ കോൺ? ചതുരത്തിൽ വന്നെങ്കിലല്ലേ ഒരു കോൺ വരികയുള്ളൂ. അപ്പൊ എന്താണ്? ഈ കോണുകൾ തീപ്പൊരി പോലെയാണ്. വ്യാവഹാരിക ദിശയിൽ അല്പം മാത്രം നിൽക്കും, വാസ്തവത്തില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഈ തീപ്പൊരികളെ അവാന്തര ദിക്കുകളാണ് എന്ന് പറയാൻ കാരണം. എത്ര വിദഗ്ധമായ കണക്കുകൂട്ടി നല്ല ഭാവനയിലാണ് ഈ യജ്ഞ സംവിധാനം മുഴുവൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മളും ആ ഋഷിയുടെ ഒരു ഭാവനാ തലത്തിലേക്ക് ഒന്ന് ഉയർന്നെങ്കിൽ മാത്രമേ നമുക്ക് പിടി കിട്ടുള്ളൂ. നമ്മൾക്ക് ഇതിഹാസ പുരാണങ്ങൾ മാത്രം വ്യാപരിച്ചുള്ള ശീലം കൊണ്ട് അതിൽ നിന്നും ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് ഉയരാൻ നമുക്ക് ഇത്തിരി പാടാണ്. അങ്ങനെയൊന്നും ഉയർന്നെങ്കിൽ മാത്രമേ ഉപനിഷത്ത് ഋഷിയുടെ കാഴ്ച നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ. അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്, ഇതാണ് ഇതാണ് ഇതാണെന്ന്. ഇതിനെയാണ് ശരിക്കും വേദാന്തം എന്ന് വിളിക്കേണ്ടത്. കാരണം ഇതാണ് നമുക്ക് കടുകട്ടിയാണ്, മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇതാണ്, ബാക്കിയൊന്നും സാരമില്ല. ഇങ്ങനെയുള്ള ഭാവനാ ചക്ഷുസ് കൊണ്ട് ഋഷി പ്രപഞ്ചത്തെ വീക്ഷിക്കുമ്പോൾ ആ വീക്ഷണത്തിലാണ് ഋഷിയുടെ കഴിവും ശക്തിയൊക്കെ ഇരിക്കുന്നത്. അവിടെയാണ് എത്ര സുന്ദരമായ ഭാവനയിൽ കൂടെയാണ് പ്രപഞ്ചത്തെ മുഴുവൻ കണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ നടക്കുന്ന സംഭവവും സത്യവുമാണ്. ഇതിനകത്ത് എങ്ങും ഒരു അസത്യമില്ല. ഈ പറഞ്ഞ ഒന്നും ഇല്ലാത്തതല്ല. മേഘങ്ങളും നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും ഒക്കെ ഇല്ലാത്തതല്ല, ഉള്ളത് തന്നെയാണ്. കാലവും ദിക്കും വിധിക്കും ഒക്കെ വ്യാവഹാര ദശയെങ്കിലും ഉള്ളതാണ്, ഇല്ലാത്തതല്ല. ആ ഉള്ളതിനെ കൊണ്ടാണ് ഭാവനാത്മകമായ ഈ പ്രപഞ്ചത്തിൻ്റെ സാക്ഷിസ്വരൂപമായ ഈശ്വര ചൈതന്യത്തെ നമ്മൾ മുമ്പ് എത്തിക്കാൻ പോവുക. അതാണ് ലക്ഷ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ലക്ഷ്യം എന്താണ്? മനുഷ്യൻ, പ്രപഞ്ചം, ഈശ്വരൻ. ഇത് മൂന്നും കാണിച്ചു തരാൻ വേണ്ടിയുള്ള ഒരു പോക്കാണ്. അവിടെയാണ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കൂടി നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് പൃഥ്വീ വാവ ഗൗതമാഗ്നി തസ്യാഹ സംവത്സരേവ സമിത്ത് ആകാശോ ധൂമോ രാത്രിരർച്ചി ദിശോ അങ്കാരാ അവാന്തരദിശോ വിസ്ഫുലിംഗാഹ പൃഥ്വീ വാവ ഗൗതമാഗ്നി തസ്യാഹ സംവത്സരേവ സമിത്ത് ആകാശോ ധൂമോ രാത്രിരർച്ചി ദിശോ അങ്കാരോ അവാന്തരദിശോ വിസ്ഫുലിംഗാഹ. അതുകൊണ്ട് ഹേ ഗൗതമ, നീ ചോദിച്ച അഞ്ചാമത്തെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ മൂന്നാമത് ഒരു ഉദാഹരണം പറയുകയാണ്. ആദ്യം പറഞ്ഞ സ്വർഗലോകത്തെക്കുറിച്ചാണ്, പിന്നെ പറഞ്ഞ അന്തരീക്ഷത്തെക്കുറിച്ചാണ്, ഇപ്പം പറയുന്ന പൃഥ്വിയെക്കുറിച്ചാണ്. അവിടെ സമിത്താണ് സ്വർഗലോകത്തെങ്കിൽ, അന്തരീക്ഷ ലോകത്തിൽ വായുവാണ് സമിത്തെങ്കിൽ, ഈ ഭൂപ്രകൃതിയിൽ ഭൂമിയിൽ വരുമ്പോൾ, പൃഥ്വിയിൽ വരുമ്പോൾ സംവത്സരമാണ് സമിത്ത്, കാലമാണ് സമിത്ത്. ഈ കാലത്തെ മുഴുവൻ നമ്മൾ ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ, മുകളിലോട്ടൊന്നും കാലത്തിൻ്റെ അവസ്ഥയില്ല. കൊണ്ട് കാലസ്വരൂപനാണ് ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ കൊണ്ട് തന്നെയാണ് ഈ കാലം ഇങ്ങനെ ഉണ്ടാക്കി നിയന്ത്രിച്ച് വെക്കുന്ന ഈശ്വരനാണ്. കാലം ഒരു സങ്കല്പം മാത്രമാണ്, ദിക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ സംവത്സരമാകുന്ന ഈ കാലം സമിത്തായി, അതിനനുഗുണമായ ആകാശം എന്ന ധൂമാവൃതമായി, രാത്രി ജ്വാലകളായിട്ട് മാറി, ദിക്കുകൾ കനലുകളായിട്ട് മാറി, അവാന്തര ദിക്കുകൾ തീപ്പൊരികളുമായി പരിണമിച്ചു.
ഈ തീപ്പൊരി എന്ന് പറയുന്നത് ആപോമയമാണ്, ശ്രദ്ധാമയമാണ്, പൗരുഷമാണ്. ഈ തീപ്പൊരി ആപോമയമാണ്, ജലമയമാണ്. ഈ വിദിക്കുകളിൽ കാണപ്പെടുന്ന, ദിക്കിൻ്റെ അന്തരാളങ്ങളായ വിദിക്കുകളിൽ കാണപ്പെടുന്ന ജലരാശികൾ, ഭൂമിയിലെ ജലരാശികളുടെ അന്തം എന്ന് പറയുന്നത് ഈ അവാന്തര വിഭാഗങ്ങളിലെ ദിക്കുകളാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വിദിക്കിനെ ജലമയം എന്ന് പറയാൻ കാരണം. ജലമയമായ ഈ വിദിക്കിൽ തീപ്പൊരികൾ പോലെ കാണപ്പെടുന്ന ഈ അവാന്തര വിഭാഗങ്ങളൊക്കെയും ഈ പ്രപഞ്ചമാകുന്ന, ഭൂമിയാകുന്ന യജ്ഞത്തിൻ്റെ പരിണത ഫലമാണ്. ആ ഫലമായ അവിടെയാണ് പൗരുഷ ശക്തിയുടെ ചൈതന്യം നമുക്ക് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ വിഭാഗത്തിൽ നമ്മൾ ഭൂമിയെക്കുറിച്ചാണ് പഠിച്ചപ്പോൾ ഭൂമിയിലെ ഫമിത്തുകളെക്കുറിച്ചും അവയിലെ ധൂമത്തെക്കുറിച്ചും അവയുടെ അർച്ചിഫിനെക്കുറിച്ചും അവയുടെ അങ്കാരത്തെക്കുറിച്ചുമാണ്. തസ്മിന്നെ ഏതസ്മിന്നഗ്നോ ദേവാഹ വർഷം ജുഹ്വതി. ഈ അഗ്നി ദേവന്മാർ വർഷത്തെ ഹോമിക്കുന്നു, മഴയെ ഹോമിക്കുന്നു. തസ്യ ആഹൂതേഹ അന്നം സംഭവതി. ആ ആഹുതിയിൽ നിന്നും അന്നം ഉണ്ടാകും. ഈ അഗ്നിയിലാണ് ദേവന്, ഭൂമിയിലാണ് എന്തുണ്ടാകുന്നത്? അന്നം ഉണ്ടാകുന്നത്. അന്തരീക്ഷത്തിലും അല്ല, സ്വർഗത്തിലും അല്ല. ഭൂമിയിൽ എന്താണ്? വർഷം ഉണ്ടായെങ്കിലേ അന്നം ഉണ്ടാവുകയുള്ളൂ, മഴയുണ്ടെങ്കിലേ അന്നം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ദേവന്മാര് വർഷത്തെ ഹോമിക്കുന്നു ഭൂമിയിൽ. ഈ ഭൂപ്രകൃതിയിലേക്ക് ദേവന്മാർ വർഷത്തെ ഹോമിക്കുന്നു. ഹോമിച്ചപ്പോൾ ആ ഹോമത്തിൽ നിന്നും അന്നം ഉണ്ടാകുന്നു. മഴ പെയ്യുന്നു, മഴയിൽ നിന്നും സസ്യജാലങ്ങൾ സമർത്ഥമാകുന്നു, അതിൽ കൂടി അന്നം ഉണ്ടാകുന്നു. എത്ര സിംപ്ലിഫൈ! ഈ അന്നത്തെക്കുറിച്ച് കാണിക്കാനാണ്. ഈ അന്നം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് അടുത്ത നേരം പുറപ്പെട്ടതാണ്. അതിനാണ് സ്വർഗലോകത്ത് പോയി, അന്തരീക്ഷ ലോകത്തിൽ പോയി, ഭൂലോകത്തിലെത്തി. ഭൂലോകത്തിൽ മഴ കൊണ്ട് മാത്രമേ അന്നം ഉണ്ടാകുള്ളൂ. മഴയില്ലെങ്കിൽ അന്നം ഉണ്ടാകില്ല, അന്നം സമർത്ഥമാവില്ല, ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഭൂലോകത്ത് വൃഷ്ടിയായി പരിണമിച്ചത് ശ്രദ്ധയാണ്. മഴയായി, അതും ആപോമയമാണ്. ആ ഭൂമിയിൽ നിന്നും അതൊക്കെ ചെടികളായിട്ട്, നെല്ലായിട്ട്, ഗോതമ്പായിട്ട്, പലതായിട്ട് എന്ത് ചെയ്തു? അന്നമായി പരിണമിക്കുന്നു. അപ്പം ഇത് ആ യജ്ഞത്തിന് ഫലം അനുഭവിക്കുന്ന യജമാനന്റെ മൂന്നാമത്തെ അവസ്ഥയാണ്, പരിണാമമാണ്. അതാണ് 3 ഉദാഹരണം പറഞ്ഞത്. മൂന്നാമത്തെ അവസ്ഥ ഇന്ന പരിണാമമാണ്. ഇതേ ആശയം ഇനി നമ്മൾ പഠിക്കാമെന്ന ബൃഹദാരണ്യകത്തിൽ ഇത് മുഴുവൻ ഇതേപോലെ നമുക്ക് കാണാം. കാലം എന്നെടുക്കണോ അതോ മഴ എന്നെടുക്കണോ? ഏതാ കേട്ടില്ല. എന്നതിലെ വർഷം എന്നതിലെ സംജുഹ്വതിയോ? ഏത് മന്ത്രത്തിലാ? രണ്ടാമത്തെ ഖണ്ഡോ? അല്ല, അവസാനത്തെയാണോ? തസ്മിൻ ഏതസ്മിൻ അഗ്നോ ദേവാഹ വർഷം ജുഹ്വതി തസ്യ ആഹുതേര അന്നം സംഭവതി. അതാണോ? അത് തന്നെ മുമ്പിലത്തെയാണോ? മുമ്പിലത്തെ പറയുന്നത് ആണോ? ഖണ്ഡം 5-ൽ 2 പറയുന്നത്. 5. 5-ൽ 2. 5-ൽ രണ്ടാമത്തെ. തസ്മിൻ ഏതസ്മിൻ അഗ്നോ ദേവാഹ സോമൻ രാജാനം ജുഹ്വതി തസ്യ ആഹുദേഹെ വർഷം സംഭവതി. അല്ലേ? അതാണോ ഞാൻ സാറി ചോദിച്ചേ? തസ്യ ആഹുദേ വർഷം. വർഷം എന്ന് വെച്ചാൽ മഴ തന്നെ, വൃഷ്ടി തന്നെ. അതെ, മഴയുണ്ടാകുന്നു. ഈ അഗ്നി ദേവന്മാര് സോമനെ ഹോമിക്കുന്നു, അതുകൊണ്ട് അഗ്നി ഉണ്ടാകും. ഇനി ഇപ്പോൾ പറയുന്നത് എന്താണ്? ഇവിടെ വർഷത്തെ ഹോമിക്കുന്നു, അതുകൊണ്ട് അന്നം ഉണ്ടാകും. സോമനിൽ നിന്നും മഴയുണ്ടാകുന്നു, മഴയിൽ നിന്നും അന്നം ഉണ്ടാകും. സോമനിൽ നിന്നും മഴയുണ്ടാകുന്നു, മഴയിൽ നിന്നും അന്നം ഉണ്ടാകും. അന്നം വരെയാണ് പറഞ്ഞു വെച്ചത്. തസ്മിന്നേതസ്മിന്നഗ്നോ ദേവാഹ വർഷം ജുഹ്വതി
തസ്യാഹ ആഹുദേഹ അന്നം സംഭവതി പൃഥ്വീവാ ഗൗതമാഗ്നി തസ്യ സംവത്സരേവ ഫമിത്ത് ആകാശോ ധൂമോ രാത്രദർശൻ ദിശോങ്കാര അവാന്തദിശോ വിസ്ഫുലിംഗാഹ തസ്മിന്നേതസ്മിന്നഗ്നോ ദേവാഹ വർഷം യുഹ്വതി തസ്യാഹ ആഹുദേരന്നം സംഭവതി. അങ്ങനെ മൂന്നാമത്തെ ഈ 6ാമത്തെ ഖണ്ഡം കൊണ്ട് നമുക്ക് നിർത്താം. നമ്മുടെ സമയം പൂർണ്ണമായി. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഗഹനമെന്ന് തോന്നിക്കാവുന്ന വിഷയം. കാരണം 4ഉം 5ഉം പ്രാവശ്യം പറഞ്ഞാലേ ചിലപ്പോൾ എൻ്റെ ചെറിയ ആശയം ഉള്ളിൽ കിട്ടുകയുള്ളൂ. കാരണം ഇത് ഋഷിയുടെ ഭാവനയിൽ വിടർന്ന മനോഹരമായ സങ്കല്പങ്ങളാണ്. അത് സത്യമാണ്. ഇല്ലാത്ത ഭാവന ചെയ്യില്ല, ഉള്ളതിനെ ഭാവനയിൽ കൂടി അവതരിപ്പിക്കുകയാണ്. ഇപ്പം ആധുനിക കവികൾ ഇല്ലാത്തതിനെ സങ്കല്പിക്കുക, അങ്ങനെയല്ല. ഋഷികവികൾ ഉള്ളതിനെ സങ്കല്പിക്കും, ആ ഉള്ളതിനെ ഭാവനാത്മകമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മഴയെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ഒക്കെ നമുക്കറിയാമെങ്കിലും ആ അറിവിനെ മനോഹരമായ യജ്ഞ സംവിധാനത്തിൽ ആക്കിയിട്ട് ആ യജ്ഞത്തിൻ്റെ ഭാവനയാക്കി സങ്കല്പിച്ചിട്ട് അവതരിപ്പിച്ച് മാത്രമേ. ഇതൊക്കെ ഇവിടെ നടക്കുന്ന മേഘം ഉണ്ടാകുന്നു, ചന്ദ്രൻ ഉണ്ടാകുന്നു, മഴയുണ്ടാകുന്നു, അന്നം ഉണ്ടാകുന്നു. ഈ അന്നം എന്നുള്ള പരിണത ഫലമാണ്. അന്നമയനാണ് ഈ പുരുഷൻ. അതുകൊണ്ട് 5ാമത്തെ ചോദ്യത്തിന് മറുപടി പൂർണ്ണമായില്ല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പൂർണ്ണമാക്കാം. ഇന്ന് നമുക്ക് ഉപസംഹരിക്കാം. സംശയം എന്തെങ്കിലും ഇപ്പം ചോദിക്കാം, അല്ലെ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം, അല്ലെ എന്തെങ്കിലും ഒരിക്കൽ വേണമെങ്കിലും ചോദിക്കാം. കാരണം ഇപ്പോൾ ഒരു സംശയം ഉണ്ടാകാൻ വഴിയില്ല. കാരണം എന്താണ്, ഉള്ളിലേക്ക് എല്ലാം എത്തിയത് ഒരു ചർവണം ചെയ്യണം. പല പ്രാവശ്യം കേട്ട് ആലോചിച്ച് ചിന്തിച്ച് ഉറപ്പിക്കണം. ഒരു പ്രാവശ്യം കേട്ടാൽ പോലെ 5 പ്രാവശ്യമെങ്കിലും ഇത് കേൾക്കണം. കേട്ടാൽ മാത്രമേ ഇതിൻ്റെ ഏകദേശം ഒരു ആശയത്തെ ഉള്ളുറപ്പിക്കാൻ പറ്റുള്ളൂ. അത് ചെയ്തതിന് ശേഷം സംശയമുള്ള ചോദിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അതാണ് അതിന് ശരിയായൊരു വഴി. നമുക്ക് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.